ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റക്കാണ് കേട്ടോ. ഡേശാന പോയിക്കായിരുന്നു. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവർ പോയി. അപ്പോൾ ഞാൻ ഒറ്റക്കാണ്. സ്കൂളുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് എന്താ വെച്ചെന്ന് രാവിലെ തന്നെ നമ്മൾ എന്നത്തെ പോലെ സ്കൂളെല്ലാ ദിവസം തന്നെ നമ്മൾ ഒരുക്കണ പോലെ ഇന്നും നമ്മളെ പണികളൊക്കെ ഒരുക്കാൻ കേട്ടോ. നേരത്തെ തന്നെ ഒരുക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ലാസ്റ്റ് ദിവസം ആവുകൊണ്ട് അത്യാവശ്യം നല്ല വൈകിട്ട് തന്നെ ആവും കേട്ടോ എത്തുക. ക്ലാസ് കഴിഞ്ഞിട്ട് അതെന്തായാലും ഉറപ്പാണ്. നല്ല പോലെ വൈകുന്ന ഉറപ്പാണ് കേട്ടോ. നമ്മളെല്ലാം കറക്റ്റാക്കിയിട്ട് അവിടെ വെക്കേണ്ടതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമയവും വൈകുന്ന ഉറപ്പാണ്. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ സമയം എത്ര ആവുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്താട്ടി ആദ്യം തന്നെ അല്പം പത്തിരിയും കറിയും ആക്കി വെച്ച് പോയാൽ പിന്നെ നമുക്ക് വന്നിട്ട് ബാക്കിയുള്ളത് നോക്കിയാൽ മതിയല്ലോ. അപ്പം അത് എഴുതിയിട്ട് ഇന്ന് എളുപ്പം. അപ്പോൾ ഒറ്റക്കാകുമ്പോൾ പത്തിരി സുഖമാണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ഗതിയുടെയാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് കുഴക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരി പണി കുറച്ച് റിസ്ക് തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല. അതാവുമ്പോൾ എല്ലാവർക്കും പിന്നെ അപ്പാണെങ്കിലും കുറേ നേരം വന്നിട്ട് നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ എളുപ്പം പത്തിരിയാണ് ആക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് പോവാം അല്ലേ. ഇപ്പോൾ ഇത് അത്താഴത്തിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ അവർ മിന്നു ഉപ്പയും കാക്കുമൊക്കെ ഒരാടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ, സാധിക്കൊക്കെ. അപ്പം ഞാനിവിടെ അടുക്കളയിൽ ഇരുന്നിട്ട് കേട്ടോ. എനിക്കിപ്പോൾ പിന്നെ കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഇല്ലല്ലോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പണികൾക്കൊക്കെ എളുപ്പമുണ്ടല്ലോ. ഞങ്ങൾ അത്താഴത്തിൻ്റെ സമയത്ത് വൃത്തിയാക്കിയിട്ട് തന്നെ കേട്ടോ കിടക്കൽ. ഇതാകുമ്പോൾ പിന്നെ ഒന്നും കൂടെ ഞാൻ ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്താഴത്തിന് നമ്മളിങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ എന്താണെന്നറിയോ, നമുക്ക് രാവിലെ വന്ന് കയറുമ്പോൾ തന്നെ ഒരു മനസ്സിക്കൊരു സംതൃപ്തിയാണ് അല്ലേ, എല്ലാം വൃത്തിയാക്കിയിട്ടാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പത്തിരിയൊക്കെ ചുട്ട് തുടങ്ങിയിട്ടോ. പത്തിരി ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൽ പോവുകയാണ്. ഇന്നിപ്പോൾ പത്തിരി കറി ആക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക്. പിന്നെ വന്നാൽ ഇന്നിപ്പോൾ ലാസ്റ്റ് ദിവസമാണ്, കുറച്ചൊക്കെ നേരം വൈകുകയും ചെയ്യും കേട്ടോ. എന്താ ഞാൻ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ. അപ്പോൾ ആരും സഹായത്തിനുമില്ല. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ ഒരുക്കാമെന്ന് കരുതിട്ടോ. പത്തിരി നേരത്തെ തന്നെ വാട്ടിക്കുഴച്ച് ഞാൻ ഇവിടെ ചുടൽ തുടങ്ങി. ഇനി നമുക്ക് കറിക്ക് ശരിയാക്കാൻ കേട്ടോ. അപ്പം അതിനുള്ളതൊക്കെ ഇങ്ങനെ ഞാൻ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ കേട്ടോ. പിന്നെ പഠിച്ചു വരലും തുടക്കലും അതൊന്നും ഇപ്പം നടക്കണ കാര്യമല്ല കേട്ടോ. ഇതാ ബീഫ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. കറിക്കുള്ളത് ഇവിടെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറിക്കുള്ള ബീഫ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടോ. ഇനി ഞാൻ പെട്ടെന്ന് കുളിക്കുക പോവുക, അത്രേ ഉള്ളൂ കേട്ടോ പണി. ഇപ്പം എല്ലാം വൃത്തിയാക്കി. ഇനി ഇവിടെ പണികളായിട്ടൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ പത്തിരി ബീഫ് കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്കൂൾക്ക് പോകാനുള്ളതൊക്കെ മാറ്റിയൊക്കെ ഇട്ടോ. ഇനി ഞാൻ പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ മിന്നു മാത്രം കേട്ടോ. ഓളെ സമയമായ ഓള് പോരും കേട്ടോ. ഞാൻ സ്കൂൾക്ക് പോട്ടെ. എന്നാലും ഇപ്പം അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. നേരത്തെ പോയാൽ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് കുഴക്ക് മാറ്റാം. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. വേറെ ഒരാളെ അതിന് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അതൊക്കെ കരുതിയിട്ടാ ഇങ്ങനെ ഓടിപ്പാഞ്ഞു പോണത് കേട്ടോ. ഈ സ്കൂളിലെത്തോളം ഓട്ടം തന്നെ. സ്കൂൾ വിട്ടാലും അതേമാതിരി അവിടുന്ന് ഇങ്ങോട്ട് ഇവിടേക്ക് എത്തോളം ഓട്ടം തന്നെ കേട്ടോ. അടുത്തായത് പൂട്ടിയോ? അവിടെ പൂട്ടിട്ടോ. ഇപ്പം എപ്പോൾ വരുന്നു? ഇജ്ജ് പോരുമ്പോൾ ഇപ്പം പേരുണ്ടോ? പോന്നിട്ടില്ലെങ്കിൽ പൂട്ടുകൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പോവുകയാണ്. നമ്മൾ പാത്തു അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ 5 മണിയായപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടോ. വയ്യ, അല്ലാതെ വായല വെള്ളമൊക്കെ വറ്റി ആകെ തുഫാനായിട്ടാണ് വന്നിരിക്കുന്നത്. വെയിലും ബസ്സൊന്നും കിട്ടിയില്ല കേട്ടോ. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ ശരിയാക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചായയും കടി ആയിട്ടുണ്ട്. അതിലേക്കുള്ള കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടല്ലേ നമ്മൾ പോയത്. അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല കേട്ടോ. ഇത് നമുക്ക് കുറച്ച് പപ്പടം ഇടാന്ന് എഴുതിയിട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു 10-15 മിനിറ്റ് എന്തായാലും കൂട്ടി വെക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇത് പക്കോടക്കുള്ളത് കൂട്ടി വെക്കട്ടെ.
അപ്പോൾ കേട്ടോ നമ്മൾ പക്കോടക്കുള്ളത് ഇവിടെ മാവ് സെറ്റാക്കി. പിന്നെ കേട്ടോ ഉണക്കമീൻ ഇതാ സ്രാവും മാന്തളും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്താഴത്തിന് കറി ഇതാ ചീരയാണ്, അത് ശരിയാക്കാണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ഞാനിതാ ഇവിടെ നമ്മുടെ ചോറ്റിനുള്ള അരിയും കഴുകി കേട്ടോ. ഇതൂടട്ടെ. അങ്ങനെ ഇതിവിടെ ഇതൊക്കെ ആയി വരുന്ന ചോറ് തോന്നുന്ന സമയം കൊണ്ട് എനിക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ കുളിച്ചതൊക്കെ തന്നെ കേട്ടോ. പിന്നെ എന്നാലും വേർത്തതായി വന്നതല്ലേ. കുളിയും കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിച്ചിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം അങ്ങനെ ഇതാ നമ്മുടെ സർബത്ത് ഇവിടെ ആയിട്ടോ. അപ്പം അങ്ങനെ ഇതാട്ടോ പൊക്കവട ചുടാനായിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചു. ചോറായിട്ടൊന്നുമില്ല കേട്ടോ, ആവണുള്ളൂ. അയ്യോ, പിന്നെ അത് ചുടട്ടെ ആദ്യം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൊക്കവട ഇവിടെ റെഡി. ഇനി അടുത്തത് പപ്പടാണ് കേട്ടോ. എന്ത് എനിക്ക് വീഡിയോയിൽ പറയരുത് എന്നിട്ട് എനിക്ക് 2 പപ്പടല്ലേ? അല്ല അല്ല, രാത്രിക്കൊക്കെ വേണമെന്ന്. എന്ത് 4 ചതച്ച് കഴിഞ്ഞല്ലോ, കുറേ സ്കൂപ്പൊന്നും പോകുന്നത്. ഇല്ലേ തണുപ്പ് അങ്ങനെ കൊണ്ടുപോയി. ഇതാ ഉണക്കമീനാണ് കേട്ടോ. ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. അതിൻ്റെ തൊലി കളയാണ്. ഇതുകൊണ്ടൊന്നല്ല, ഇതിപ്പോൾ കത്തിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇന്നത്തെ നമുക്കുള്ള നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ: ഈത്തപ്പഴം, വത്തക്ക, പൊക്കവട, നന്നാരി സർബത്ത്, മുന്തിരി, ഇതും പൊക്കവട, സമൂസ, ഇത് ശാന കൊടുന്നു കേട്ടോ. ഇത് തണുപ്പില്ലാത്ത നന്നാരി സർബത്ത്. ഓക്കെ, പച്ചവെള്ളം. അപ്പം അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എടുക്ക പോകണു നല്ല സ്ഥലം ഞാൻ കാട്ടിത്തരാം കേട്ടോ. കിമൂത്തിക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ റമദാൻ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വ്ളോഗിൽ നമ്മളത് ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അത്ര വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെയാണ് കേട്ടോ അവിടെ തിരക്ക് കൂടിയത്. ചോക്ലേറ്റ് പിന്നെ ലണ്ടൻ ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ ഹണി റോസ് ഉണ്ട്, പിന്നെ മെക്സിക്കൻ ചാറിൻ്റെ ഉണ്ട്. മഞ്ഞ മഞ്ഞ അപ്പൊ കുടിച്ചപ്പ ചോദിച്ചോട്ടെ വാങ്ങണ്ടേ?
അങ്ങനെ നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തത് ആദ്യം തന്നെ നമുക്ക് കോക്ടെയിലാണ് കേട്ടോ, കണ്ണൂർ കോക്ടെയിൽ. അത് അടിപൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഒരു മോര് സോഡ, പിന്നെ അത് മൊജിറ്റോ ആണ് കേട്ടോ. ഞാൻ മൊജിറ്റോ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്തു. കഴിഞ്ഞോ? അപ്പൊ അങ്ങനെ കേട്ടോ, ഞങ്ങൾ അവിടെ ഒക്കെ പോയി വന്നതിന് ശേഷമാണ് എന്ത് പത്തിരിയും ബീഫ് കറിയും കഴിക്കണത് കേട്ടോ. ഇനി ചായ അടിച്ചു നമുക്ക് അത്താഴത്തിന് കാണാം കേട്ടോ. അങ്ങനെ അത്താഴത്തിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല അത്താഴം എന്ന് പറഞ്ഞാൽ ഇതാ വത്തക്കയാണ് കേട്ടോ. വത്തക്കയും പിന്നെ ഇതാ നമ്മളെ സ്ഥിരമായിട്ട് ഒരു കുപ്പി വെള്ളം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഓല അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. മിനുവിൻ്റെ ഒക്കെ കഴിക്കൽ കഴിഞ്ഞു, ആളിവിടെ എത്തിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.